ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കി പഠിക്കുമ്പോൾ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കി പഠിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് ഞാനിതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് വിപ്പിംഗ് ക്രീം സ്റ്റിഫ് ആവാത്തത് എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ബീറ്റർ ലോ സ്പീഡിലിട്ട് ഫസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ക്രീം ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേ ഭാഗത്തേക്ക് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ക്രീം ലൂസാവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് 1 kg കേക്കിന് 1.5 കപ്പ് ക്രീമാണ് ആവശ്യം. അതിൽ 1 കപ്പ് ക്രീമേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. 1/2 കപ്പ് ക്രീം ഞാൻ നേരത്തെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതുണ്ടായിരുന്നു. ഇനി ഈ ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബീറ്റർ ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം വാങ്ങുമ്പോൾ അതിൻ്റെ ബ്രാൻഡ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ആദ്യമൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്രീം തീരെ സ്റ്റിഫ് ആവില്ലായിരുന്നു. കാരണം ഞാൻ യൂസ് ചെയ്തിരുന്നത് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം ആയിരുന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം ഐസ്ക്രീം യൂസ് ചെയ്യാനാണ് കൂടുതൽ എടുക്കുന്നതെന്ന്. നമ്മൾ ഹൈ സ്പീഡിലിട്ടിട്ടും ക്രീം സ്റ്റിഫ് ആവാത്തവർ 1 സ്പൂണ് കോൺഫ്ലോർ യൂസ് ചെയ്യുക. അത് നമ്മൾക്ക് ക്രീം സ്റ്റിഫ് ആവാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ്. ഇപ്പം നമ്മുടെ ക്രീമൊക്കെ നന്നായി സ്റ്റിഫായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 കപ്പിനടുത്തായിട്ട് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി റിച്ച് ക്രീമിലൊക്കെ ഷുഗർ അടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഒരേ സൈഡിലേക്ക് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തുമായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ട്. സ്റ്റിഫായിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ടൈറ്റ് വരും കയ്യിന്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുപോലെ ഇങ്ങനെ കുഴിയായിട്ടും വരും. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമ്മൾ ഒരു 1 kg കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 4 മുട്ട യൂസ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ്. 4 മുട്ടയും നമ്മൾ ആ ബൗളിലേക്ക് തന്നെ പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഫോർക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ പതയുന്നത് വരെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്ലഫി ആയി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഇങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ബീറ്ററുമെന്ന് ഇങ്ങനെ നൂല് പോലെ നിൽക്കുന്ന ഒരു പരുവാണ് നമ്മൾ മുട്ടയും ഷുഗറും കൂടി ബീറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. ഇതുവരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ 1 kgയുടെ ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പിലേക്ക് സ്പൂണ് കൊണ്ട് 3/4 കപ്പോളം മൈദ ഇട്ട് കൊടുക്കുക. നമ്മൾ കപ്പ് കൊണ്ട് ഒരിക്കലും മൈദ കോരി എടുക്കരുത്. അപ്പോൾ അതിൽ മൈദയൊക്കെ ടൈറ്റായിട്ട് നിൽക്കും. സ്പൂണ് കൊണ്ടാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അളവ് കിട്ടും. ഇനി ഈ കപ്പിൻ്റെ 1/4 ഭാഗം നമുക്ക് സ്പൂണ് കൊണ്ട് തന്നെ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കപ്പിൽ നമ്മൾ നിറയെ ഇപ്പോൾ മൈദയും കൊക്കോ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ് നമ്മളിപ്പോൾ കപ്പിലെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ കപ്പിലേക്ക് തന്നെ 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി
നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊക്കോ പൗഡറിലും മൈദയിലൊക്കെ ഉള്ള കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഫോർക്ക് വെച്ചോ സ്പൂണ് കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരേ സൈഡിലേക്ക് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒരേ സൈഡിലേക്ക് തന്നെ ഫോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മുട്ടയുടെ പതയൊക്കെ നന്നായിട്ട് താഴ്ന്നു പോവും. ഞാൻ ഫോർക്ക് കൊണ്ടായിരുന്നു മിക്സ് ചെയ്തിരുന്നത്. അത് കഴിയാതായപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ആ ഒരു മിക്സിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. ഇനി നമുക്ക് കേക്ക് മോൾഡിലേക്ക് മാറ്റാം. കേക്ക് മോൾഡ് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. താഴെയും സൈഡിലും ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഞാൻ കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, താഴെയും കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്ററൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിൽ എയറൊക്കെ കുടുങ്ങി ബബിൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓവൻ ഇല്ലയെന്നൊന്നും കരുതി ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട. ഇവിടെ നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന കുക്കറാണ് യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കുക. ഫസ്റ്റ് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ചൂടാക്കുക. അതിന് നടുവിലായിട്ടൊരു വട്ടം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കേക്ക് മോൾഡ് അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ടൊരു ടോപ്പ് കൊണ്ട് അടച്ച് വെക്കുക. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു 30 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. നമ്മൾ കുക്കർ തന്നെ എടുക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ വലിയ പാത്രങ്ങളുണ്ടെങ്കിൽ അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി എടുക്കാം. ഈ ഒരു സമയം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷും കൂടെ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ അല്പം വെള്ളം സ്റ്റൗവിലൊന്ന് തിളപ്പിക്കാൻ വെക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു ബൗൾ വെച്ച് കൊടുക്കുക. സ്റ്റീലിൻ്റെ ബൗൾ തന്നെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ആ ബൗളൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ 3/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ പൊടിച്ചെടുത്തതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് വെള്ളം അടിയിൽ ഒന്ന് തിളച്ച് നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മെൽറ്റാവും. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ നന്നായിട്ട് മെൽറ്റായിട്ട് ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ തയ്യാറാവും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇപ്പോൾ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഒരു കത്തി കൊണ്ട് ഒന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ നോക്കി കേക്ക് ബേക്കായി എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അതിന് ചുറ്റുമുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. താഴെയുള്ള ബട്ടർ പേപ്പറും എടുത്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലെയറാക്കി എടുക്കാം. ഞാനിവിടെ ഈ കേക്കിന് 2 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് നമുക്കൊരു ടേബിൾ ടേണിന് മുകളിലായിട്ട് വെക്കാം. എൻ്റെ കയ്യിൽ ടേബിൾ ടേൺ ഇല്ല. അതിന് പകരമായിട്ട് ഞാൻ താഴെ ഒരു പാത്രം വെച്ച് അതിന് മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് അതിന് മുകളിൽ കേക്ക് ബോർഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് തിരിക്കാനൊക്കെ പറ്റും. ഇനി നമുക്ക് കേക്ക് ബോർഡിന് മുകളിലായിട്ട് അല്പം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അതിന് മുകളിലായിട്ട് കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കുക. ഇനി ഈ ലെയറിന് മുകളിലായിട്ട് ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്.
ഷുഗർ സിറപ്പിൽ ഞാനൊരല്പം കോഫി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഈ ഷുഗർ സിറപ്പിന് ഒരു ബ്രൗൺ നിറമുള്ളത്. ഒരു 1/4 കപ്പ് വെള്ളത്തിന് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എന്ന രീതിയിലാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്കിന് മുകളിലായിട്ട് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ക്രീം നന്നായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയർ കൂടി വെച്ച് കൊടുക്കുക. ഈ ലെയറിന് മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതിന് മുകളിലായിട്ട് ക്രീം നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കേക്കൊക്കെ ഫസ്റ്റ് ഉണ്ടാക്കാൻ പഠിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് ബ്രെഡ് വെച്ച് ഫസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പഠിക്കുന്നതാണ്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബ്രെഡ് കൊണ്ടുള്ള. അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഒന്ന് പോയി കണ്ടു നോക്കാം. ഇങ്ങനെ നമ്മൾ ചുറ്റിലും ചെയ്തെടുക്കുക ഈ ഒരു കേക്കിൻ്റെ. ഇപ്പം ഞാനിതിങ്ങനെ ചുറ്റിലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ചെറിയതായിട്ടും വലിയതായിട്ടും ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. നമ്മുടെ കേക്കിന് അത്ര നല്ല ഷേപ്പൊന്നും വന്നിട്ടില്ല. ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഞാനും അത്ര കൂടുതലായിട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്ത് തരികയാണ് ഞാൻ എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ താഴേക്ക് ഇറങ്ങി പോകും. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ ഒരു സ്റ്റാറിൻ്റെ നോസ് എടുത്ത് ഇങ്ങനെ ചെയ്തെടുക്കുക. ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്തപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുത്തു. കുറച്ച് വലുതാക്കി ചെയ്തെടുക്കുക. ഇങ്ങനെ ചുറ്റിലും ഒന്ന് ചെയ്തെടുക്കുക. നമുക്ക് ഫസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രെഡിലൊക്കെ ചെയ്ത് പഠിക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പം നമ്മുടെ കേക്കിന് ചുറ്റിലുമായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെയിം നോസ് കൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചെയ്തെടുക്കുക. വലിയ ഫ്ലവർ ആക്കാതെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് അതിന് നടുവിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് ഗനാഷ് അത് സ്പ്രെഡ് ആയിക്കോളും. നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു.